നമസ്കാരം. ശനി മീനത്തിലെ പൂരുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുകയാണ് മാർച്ച് അവസാനത്തോടു കൂടി. അപ്പോൾ ഈയൊരു ഗോചരത്തെ, ഈ പൂരുരുട്ടാതി, മീനത്തിലെ പൂരുരുട്ടാതിയിലെ ശനിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമുക്കറിയാം, ശനി കർമ്മത്തിൻ്റെ കാരകഗ്രഹമാണ്. ശനി രാശിചക്രത്തിലെ 10ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും അധിപനാണ്. പൂരുരുട്ടാതി എന്ന നക്ഷത്രം വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. മീനം എന്ന രാശിയും വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശി തന്നെയാണ് മീനം എന്ന രാശിയും. അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലേക്ക്, വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് ശനി കർമ്മകാരകൻ പ്രവേശിക്കുമ്പോൾ ആ ഒരു നക്ഷത്രത്തെ പറ്റി നമുക്ക് എന്തൊക്കെ അനുഭവങ്ങൾ നൽകാൻ കഴിയും എന്നതിനെപ്പറ്റി നമ്മളൊന്ന് അവെയർ ആയിരിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. പൂരുരുട്ടാതി എന്നത് ആധ്യാത്മികത ഉള്ള ഒരു നക്ഷത്രം തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്നത് ഇതിൽ ആ ഒരു ഡ്യുവാലിറ്റി ഉണ്ടെന്നാണ്. ഭൗതികമായിട്ടുള്ള ഇച്ഛാപൂർത്തിയാണെങ്കിലും, ഭൗതികമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ആണെങ്കിലും, നേട്ടങ്ങളാണെങ്കിലും, അതുപോലെ എല്ലാം ത്യാഗം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്ഥിതിയാണെങ്കിലും, അതായത് ആ ഒരു ദ്വിസ്വഭാവം ഉണ്ടെന്ന് പറയാം ഈ ഒരു നക്ഷത്രത്തിന്. അതുകൊണ്ട് തന്നെ പൂരുരുട്ടാതി എന്നൊരു നക്ഷത്രത്തിൽ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാനും, സുഖങ്ങളോടൊക്കെ ഒരു മടുപ്പ് വന്നിട്ട് അതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പല നേട്ടങ്ങളും നേടിക്കഴിയുമ്പോൾ അതിലൊരു അർത്ഥമില്ലായ്മയുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ ഈ നേടിയ കാര്യങ്ങളിലല്ല, അതുപോലെ എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിച്ചതിലല്ല. അങ്ങനെയുള്ള കുറച്ച് റിയലൈസേഷൻ കൊണ്ടുതരുന്നൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി എന്നത്. അപ്പോൾ ശനി 10ഉം 11ഉം ഭാവത്തിൻ്റെ, കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി ഇവിടെ ഈ പൂരുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ കർമ്മങ്ങളിലൂടെ, ആക്ഷനിലൂടെ നമുക്കിത് ഈ റിയലൈസേഷൻ കൊണ്ടുതരാനുള്ള ഒരു ശ്രമമായിരിക്കും. അപ്പോൾ കുംഭത്തിലെ ശനി ലാഭസ്ഥാനത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ലാഭങ്ങൾ, നേട്ടങ്ങൾ, ഒരുപാട് നമുക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏത് ഭാവത്തിലാണത് വന്നത് എന്നതിനനുസരിച്ചിട്ട് റിയലൈസേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ 9ാം ഭാവത്തിലാണെങ്കിൽ ശനി കുംഭത്തിൽ നിങ്ങളുടെ 9ാം ഭാവത്തിലൂടെയാണ് ഗോചരം ചെയ്യുന്നതെങ്കിൽ എനിക്ക് നല്ല അഡ്വൈസസ് സമയാനുസൃതമായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാണ് പല ഉപദേശങ്ങളും എനിക്ക് വൈകി ലഭിക്കുന്നത്? എനിക്കെന്ത് പോരായ്മയുണ്ട്? ഞാൻ എന്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല? അതായത് കുംഭത്തിലെ പൂരുരുട്ടാതിയിൽ നിന്ന് ഞാൻ എന്ത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ ലഭിച്ചില്ല. അതായത് ഞാൻ ത്യാഗം ചെയ്തില്ല. ഗുരു നമ്മളോട് ചില ചിട്ടയായിട്ടുള്ള ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷെ നമുക്ക് ഭൗതികമായിട്ടുള്ള തിരക്കുകൾ കാരണം നമ്മൾ അതിനെ ശ്രദ്ധിച്ചില്ല. എന്ത് കാരണവുമായിക്കോട്ടെ, ചില ആവശ്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ ഇത് മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആ റിയലൈസേഷൻ തരും, നിങ്ങൾ എന്ത് മിസ് ചെയ്തു എന്നത്. മറ്റൊരു തരത്തിൽ ധനു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 3ാം ഭാവത്തിലെ കുംഭത്തിലായിരുന്നു ശനി. അപ്പോൾ ശനി അവിടെ നിങ്ങളെ, എന്തൊക്കെ നിങ്ങളുടെ കഴിവുകളുണ്ട്, നിങ്ങളുടെ ആ ഒരു ഏതറ്റം വരെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയും, പുതിയ നിങ്ങളുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്നതിനൊക്കെ ഒരു അവസരം തന്നിരുന്നു. നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നിങ്ങൾ യാത്ര ചെയ്തോ? നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ഫീൽഡിലേക്ക് പ്രവേശിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറായോ? എന്തായിരുന്നു ആ പരിശ്രമം എന്നത്? പരിശ്രമത്തിൻ്റെ ഭാവത്തിലേക്ക് പോകുമ്പോൾ ശനി ഇതിനുള്ള അവസരം തരുന്നു. അത് കുംഭം എന്ന് പറയുമ്പോൾ അത് ഒരു ഇച്ഛാപൂർത്തിയാണ്, ലാഭസ്ഥാനമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗോചരത്തെ നമ്മൾ നോക്കിക്കണ്ടത്? ഇനി ശനി മീനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ പൂരുരുട്ടാതി എന്ന് പറയുമ്പോൾ അതിന് ഈ ഒരു ദ്വിസ്വഭാവം എന്നത്, മീനം എന്നത് മോക്ഷരാശിയാണ്, നമ്മളെല്ലാം വിട്ടുകൊടുക്കേണ്ട രാശിയിലേക്കാണ് കർമ്മകാരകൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ശനിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പലർക്കും ജോലി ഉപേക്ഷിക്കാൻ തോന്നും, പല കാര്യങ്ങളോടും മടുപ്പ് തോന്നും, ബോറിംഗ് ആണ് എന്നൊക്കെ തോന്നും. ഈ ഒരു പൂരുരുട്ടാതിയിലേക്കുള്ള ശനിയുടെ വരവെന്നത് തീർച്ചയായിട്ടും ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട്, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് ഫലം വരുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ജനറൽ അവെയർനെസ് എന്നത്, ഇത് അങ്ങേയറ്റം ആ ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ നേടാനും, അത് നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥശൂന്യതയെ മനസ്സിലാക്കിയിട്ട് എല്ലാം വിട്ടുകൊടുക്കാനും ആധ്യാത്മികതയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ജന്മത്തിൽ തന്നെ നടക്കുമോ?
വരുന്ന ജന്മങ്ങളിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമാണോ എന്നതൊക്കെ ഓരോരുത്തരുടെ ജാതകത്തിനനുസരിച്ചിട്ടിരിക്കും. മീനം എന്ന രാശിയിലെ പുരുരുട്ടാതി ആയതുകൊണ്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിലും നമ്മുടെ ജാതകത്തിലെ 9ാം ഭാവം, നമ്മുടെ പൂർവ്വജന്മ പുണ്യം, നമ്മുടെ ഭാഗ്യം, ഇതിനനുസരിച്ചിട്ട് നമ്മുടെ 9ാം ഭാവാധിപൻ എവിടെ ഇരിക്കുന്നു, 5ാം ഭാവാധിപൻ്റെ അവസ്ഥ, 5ാം ഭാവം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് നിഗൂഢശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ശനി ഇവിടത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്നത്, ശനി കുറച്ച് പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്, സമയമെടുക്കും എല്ലാത്തിനും. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഈ ഒരു ഗോചരം എന്നത് ഫ്രസ്ട്രേഷൻ കൊണ്ട് കൊടുക്കുന്നതാണ്. അതാണ് ഈ നക്ഷത്രത്തിലേക്കുള്ള ശനിയുടെ ഗോചരം എന്നത് ആദ്യമായിട്ട് തരാൻ പോകുന്നത്. ഏത് ഭാവത്തിൽ നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട്. നിങ്ങളുടെ 6ാം ഭാവത്തിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു കേസ്, വഴക്ക്, ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ. അങ്ങനത്തെ ദശാകാലങ്ങളുമായിരുന്നു. അപ്പോൾ ശനിയാണെങ്കിൽ ഇവിടെ പതുക്കെ പതുക്കെ സഞ്ചരിച്ചിട്ട് ആ ഒരു റിയലൈസേഷൻ തരാനാണ്. എന്തിനോടാണ് നീ അടികൂടുന്നത്, എന്ത് കാര്യത്തിനാണ് ഈ കേസുകൾ, വഴക്കുകൾ, കോടതി കാര്യങ്ങൾ, എന്താണ് നീ നേടാൻ ആഗ്രഹിക്കുന്നത്, എന്ത് വിജയമാണ് ആഗ്രഹിക്കുന്നത്, നിന്റെ ഉള്ളിലെ ഷഡരിപുക്കൾ നീ ശ്രദ്ധിച്ചോ, ഉള്ളിലെ ആ ശത്രുവിനെ മനസ്സിലാക്കിയോ, പുറമേ നിന്ന് എന്ത് നേടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള അനുഭവങ്ങൾ തരും. ഇത് 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദശാകാലങ്ങൾ അതുപോലെയുള്ളതാണെങ്കിൽ, 6ാം ഭാവാധിപൻ്റെ ദശ, 6ാം ഭാവത്തിലിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശ, കൂടാതെ ശനി, രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശ, കാരണം ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശ, അന്തർദശാ കാലങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ അനുഭവം വരുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലുള്ള കേസുകളിലോ വഴക്കുകളിലോ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയലൈസേഷൻ തരും. അവസാനം സപ്പോസ് നിങ്ങളൊരു കേസ് ജയിച്ചു എന്ന് വിചാരിക്കുക, 6ാം ഭാവത്തിലെ കാര്യമാണ്. നിങ്ങൾ ശനി 6ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ ശത്രുഹന്ത യോഗമൊക്കെ ഉണ്ടെങ്കിൽ ഈ 6ാം ഭാവത്തിലെ ശനി നിങ്ങൾക്ക് കേസുകളിൽ വിജയം കൊണ്ടുതരും. പതുക്കെ പതുക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും അവിടെ മറ്റു ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ, വ്യാഴം എവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ലഗ്നാധിപൻ്റെ അവസ്ഥ ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് തോന്നും, ആരോടായിരുന്നു ഞാൻ മത്സരിച്ചത്, ഈ വിജയം നേടിയിട്ട് എനിക്ക് എന്ത് കിട്ടി. ആ ഒരു നിങ്ങൾ ജയിച്ചു, വിജയിച്ചു എന്ന് കോടതി പറഞ്ഞാലും അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞാലും നിങ്ങൾക്കതിനെ ഒന്ന് ആ ഒരു കാര്യത്തെ ചൊല്ലി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇവിടെ ശനി ചെയ്യുന്നത്. ആ ഒരു രോഗം, ശത്രു, കടം എന്നുള്ള കാര്യം 6ാം ഭാവത്തിൽ വരുമ്പോൾ ഒരുപാട് നമ്മൾ പലതരം കാര്യങ്ങൾ ചെയ്യും രോഗം മാറാനായിട്ട്, ശത്രുവിനെ എതിരിടാനായിട്ട്. ഇതിനെയൊക്കെ പറ്റി ശനി ചിന്തിപ്പിക്കും. എന്തിനു വേണ്ടിയായിരുന്നു നീ കടമെടുത്തത്? ശരീരം, അതായത് ഈ രോഗാവസ്ഥ, ശരീരത്തിന് രോഗമാണെങ്കിൽ നമ്മൾ ഈ രോഗത്തെപ്പറ്റി മാത്രം ചിന്തിക്കണോ? നമുക്ക് ഭഗവാനെ പറ്റി ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ ഇഷ്ടദൈവത്തെപ്പറ്റി ചിന്തിച്ചുകൂടെ? ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ 24 മണിക്കൂറും ഞാൻ രോഗിയാണെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ടോ? ഭഗവത് ചിന്തയല്ലേ ഈ ഒരു സമയത്ത് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആ ഫോക്കസും ചിന്തയും ധ്യാനവും ഒക്കെ, ആ ഒരു ശ്രദ്ധ മുഴുവൻ ഭഗവത് തത്വത്തിലേക്ക് മാറിയിരിക്കുന്നു. അങ്ങനെയുള്ള റിയലൈസേഷൻ തരും. ഞാൻ പറഞ്ഞു, ഇതാദ്യം ഫ്രസ്ട്രേഷൻ തരും. ഈ ഒരു റിയലൈസേഷൻ എന്നൊരു കാര്യം ഒരു 24 വയസ്സുള്ള കുട്ടിക്കോ ഒരു 15 വയസ്സുള്ള കുട്ടിക്കോ ഒന്നും അത്ര പെട്ടെന്ന് വരില്ല. പക്ഷേ ഇത് 36 കഴിഞ്ഞ് 36, 38, 42 അങ്ങനെയുള്ള പ്രായങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിയലൈസേഷൻ വരും. എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ഒരുപാട് ഓടി നടന്നത് എന്നത്. ഉദാഹരണത്തിന് മകരം ലഗ്നക്കാർക്ക്, മകരം രാശിക്കാർക്ക് അവരുടെ 3ാം ഭാവത്തിലാണ് ഈ ഒരു പൂരുരുട്ടാതി നക്ഷത്രമുള്ളത്, മീനത്തിൽ. അപ്പോൾ മീനത്തിലെ പൂരുരുട്ടാതിയിലൂടെ അവരുടെ ലഗ്നാധിപൻ, രാശ്യാധിപൻ, മകരം രാശിയാണെങ്കിലും മകരം ലഗ്നമാണെങ്കിലും, അപ്പോൾ ശനി അവിടെ ഗോചരം ചെയ്യുമ്പോൾ ഇവരൊരു എഴുത്തുകാരനാണെന്ന് വിചാരിക്കുക. ഒരുപാട് അവസരം ചോദിച്ചു. അവരുടെ 7 ശനി കൂടിയാണ്. അല്ലെങ്കിൽ ഒരു മീഡിയ പ്രവർത്തകനാണ്, ഒരു കലാകാരനാണ്, അല്ലെങ്കിൽ സഞ്ചരിച്ചിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് ഉദാഹരണത്തിന് എടുക്കുക. ഏത് ഫീൽഡോ ആയിക്കോട്ടെ, ക്രിയേറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് അദ്ദേഹം ട്രൈ ചെയ്തു. 7 ശനിയും കൂടിയായിരുന്നു. ചന്ദ്രരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരരാശിക്കാർക്ക് 7 ശനി കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഉയർച്ച നേടുക, പേര് നേടുക എന്നതാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തു, പല വാതിലുകൾ മുട്ടി. പക്ഷെ ഒന്നും ശരിയായില്ല, പലരും സ്വീകരിച്ചില്ല.
അപ്പോൾ ഈ ഒരു ഫ്രസ്ട്രേഷൻ കൂടി വരും. ആൾക്കാരുടെ ഒരു ചിന്ത എന്നത് ഭഗവാൻ എന്നത് അല്ലെങ്കിൽ ഇഷ്ടദൈവം എന്നത് ഏതോ ഒരാൾ എവിടെയോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തരിക എന്നൊരു ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദിച്ചു, ഒന്നും നടന്നിരുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമ്മുടെ ഒരു മുൻജന്മ കർമ്മങ്ങളുണ്ട്, അതെല്ലാം ബേൺ ചെയ്ത് കഴിഞ്ഞു, ആ പാപങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞു പുതിയൊരു വിജയം വരാനായിട്ട്. അതായത് നിങ്ങളുടെ ഇച്ഛാപൂർത്തി നടക്കാനായിട്ട് അങ്ങനെ ഒരു മുൻജന്മ കർമ്മ പ്രാരാബ്ധങ്ങൾ, നെഗറ്റീവ് കർമ്മ ഫലങ്ങൾ നശിച്ചു കഴിഞ്ഞു. അത് തീർന്നില്ലെങ്കിൽ ഈ ശനി അങ്ങനെ നിങ്ങൾ വിചാരിച്ച പേര്, ആ ടൈറ്റിൽ, ആ പദവി, അംഗീകാരം തന്നു എന്ന് വരില്ല. കാരണം ശനി തന്നെയാണ് കാലം, ശനി തന്നെയാണ് ലഗ്നാധിപൻ രാശ്യാധിപനായിട്ട് വരുന്നത്. അപ്പോൾ ഈ പൂരുരുട്ടാതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ ഫ്രസ്ട്രേഷൻ കൂടിയിട്ട് ഈ ഒരു സമയത്ത് ഞാനത് എടുത്തു പറയാണ്, എന്തിനാണ് ഞാൻ ഇത്രയും കാലം ഇത് എഴുതി കൂട്ടിയെന്ന് വെച്ചിട്ട് അതിനെ കത്തിച്ചു കളയുക. അതുപോലെ ചില ആൾക്കാരാണെങ്കിൽ കല്യാണം ഒന്നും ശരിയാവുന്നില്ല, അപ്പോൾ ജാതകമൊക്കെ കത്തിച്ചു കളയുക. അതുപോലെ ജോലി ശരിയാവുന്നില്ല, ഇനി ഈ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, ഇത് കത്തിച്ചു കളയുക അല്ലെങ്കിൽ ഒഴുക്കി കളയുക. അതായത് ആ ഒരു ഫ്രസ്ട്രേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, അത് പൂരുരുട്ടാതിയിലാണ് കാണാൻ കഴിയുക. അത് പൂരുരുട്ടാതിയുടെ പ്രത്യേകതയാണ്. ഫ്രസ്ട്രേഷൻ വന്നിട്ട് അതിനെ നശിപ്പിച്ച് കളയുക. ശരിക്കും ഈ നാശം എന്നത് ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളൂ. ഒരു കഥാകാരൻ, ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ കഥകൾ ഒഴുക്കിക്കളഞ്ഞാലും കത്തിച്ചു കളഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കലയോ ആ ഒരു ദൈവീകമായിട്ടുള്ള ആ ഒരു സിദ്ധിയോ അദ്ദേഹത്തിനുള്ള അനുഗ്രഹം അത് ജ്വലിച്ചു പോകുന്നില്ല, അത് വീണ്ടും ഉള്ളിൽ ആളിക്കത്തുകയായിരിക്കും. ഇത് തന്നെയാണ് ഒരു വ്യക്തി അവരുടെ ജാതകം കത്തിച്ചു കളഞ്ഞാലും അവരുടെ ആ ഭാവി എന്നത് എന്താണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതങ്ങനെയുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പഠിച്ച് നേടിയ സർട്ടിഫിക്കറ്റ്. ചില യോഗ്യതകൾ ഉണ്ട് എന്ന് എഴുതി തന്നത്, പക്ഷെ നിങ്ങളുടെ കഴിവുകൾ, ആ ഒരു സ്കിൽസ് എന്നത് അതാരും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഈ ഒരു റിയലൈസേഷൻ പൂരുരുട്ടാതിയാണ് തരുന്നത്. നമ്മുടെ ജാതകത്തിലെ പൂരുരുട്ടാതി എന്ന നക്ഷത്രം, എല്ലാവരുടെ ജാതകത്തിലും ഈ പൂരുരുട്ടാതി ഉണ്ട്. മേടം ലഗ്നക്കാർക്ക് ഇത് 12ഉം 11ഉം ഭാവങ്ങളിലാണ്. ധനു ലഗ്നക്കാർക്ക് ഇത് 3ഉം 4ഉം ഭാവങ്ങളിലാണ്. അതായത് 2 രാശികളിലായിട്ടാണ് പൂരുരുട്ടാതി ഉള്ളത്. ഇവിടെ ഞാൻ മീനത്തിലെ പൂരുരുട്ടാതിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇത്തരം കർമ്മങ്ങൾ ശനി ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോൾ ഫ്രസ്ട്രേഷൻ വന്നിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്തു എന്ന് വരാം. അതായത് നമുക്ക് ഫ്രസ്ട്രേഷൻ വന്നിട്ട് ചില തീരുമാനങ്ങളും അങ്ങോട്ട് എടുക്കുക, അതിനെപ്പറ്റി ചിന്തിക്കില്ല. പക്ഷെ ആ എടുത്ത തീരുമാനങ്ങൾ എന്നത് നിങ്ങളെ പിന്നെ പതുക്കെ അങ്ങനെ നിങ്ങളിൽ ഒരു മാറ്റം വരുത്തും, ചിന്തിപ്പിക്കും. ആ ഒരു റിയലൈസേഷൻ കൊണ്ടുതരാനാണ്. ഒന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിന്നെ ആ റിയലൈസേഷൻ വന്നിട്ട് പതുക്കെ നിങ്ങൾക്ക് അതൊരു ഇവല്യൂഷനാണ്. അത് പെട്ടെന്നൊരു ദിവസം പറഞ്ഞു തരാനോ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കൊരു അനുഭവം വരുത്തുന്നത് പോലെയുള്ള വാക്കുകൾ പറയാനുള്ള കഴിവുകളൊന്നും എനിക്കില്ല. പക്ഷേ അങ്ങനെയാണത്. അതിലൂടെ ഇത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക. കാരണം ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പലരും, എടുത്തു ചാടി അങ്ങനെ ഇത് ചെയ്യുക. പക്ഷെ എന്നിട്ട് അവർക്കൊന്നും ജോലി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഫ്രസ്ട്രേഷനോ ഒന്നുമല്ല. ആ പൂരുരുട്ടാതിയുടെ ഒരു ക്വാളിറ്റി അതാണ്. എന്നിട്ട് ആ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്ന ഒരു നക്ഷത്രമാണ്. ധനു ലഗ്നക്കാരാണെങ്കിൽ, ധനുരാശിക്കാരാണെങ്കിൽ കുറേയൊക്കെ ആ 4ാം ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കും. പിന്നീട് അതൊരു റിയലൈസേഷനും കൊണ്ടുതരും. ശനി അങ്ങനെയാണ്, പതുക്കെയാണ്. പക്ഷെ നമ്മുടെ ദശാകാലങ്ങൾ, ധനു ലഗ്നക്കാരന് ചൊവ്വയുടെ മഹാദശയാണെങ്കിൽ, ചൊവ്വയുടെ ദൃഷ്ടി ഈ ഒരു മീനത്തിലേക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ച് അധികം ഫ്രസ്ട്രേഷൻ കൊണ്ടുതരും. പിന്നെന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു അത്യുഗ്രമായിട്ടുള്ളൊരു ക്രോധമുണ്ട്. ഈ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അത് ആ ഒരു അഗ്നി അങ്ങനെ കെട്ടിക്കിടക്കും മനസ്സിൽ. ചിലപ്പോൾ അതൊരു പ്രതികാരമായിട്ട് ശരിക്കും ആ ക്രോധം അങ്ങനെ ഉണ്ടാകും. ഇപ്പം ഇത് 9ാം ഭാവത്തിലാണ് വരുന്നതെന്ന് വിചാരിക്കാം. കർക്കിടകം ലഗ്നം, കർക്കിടകം രാശിക്കാർക്ക് 9ാം ഭാവത്തിലാണ് ശനി. അഷ്ടമത്തിൻ്റെയും 7ാം ഭാവാധിപനുമായിട്ടുള്ള ശനി 9ാം ഭാവത്തിലൂടെ പൂരുരുട്ടാതിയിലൂടെ ഗോചരം ചെയ്യാൻ പോവുകയാണ്. 6ാം ഭാവാധിപനും 9ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. തീർച്ചയായിട്ടും ഇതൊരു പക്ഷേ നിങ്ങളുടെ മേലധികാരിയോട്, പിതാവിനോട്, ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ കൂടി സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി. അപ്പോൾ ആ ശനിയാണ് പൂരുരുട്ടാതിയിൽ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ
ഒരുപാട് സിഗ്നിഫിക്കേഷൻസ് ഉണ്ട്, ഞാനിതിൽ ഒന്നോ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ആദ്യം കൊണ്ടുതരും, എന്നിട്ട് മാത്രമേ ആ ഒരു റിയലൈസേഷൻ തരികയുള്ളൂ. ആ റിയലൈസേഷൻ തരും. എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്താൽ മതി, കാലമാണ് എല്ലാം തെളിയിക്കുന്നത്, കാലമാണ് എല്ലാം മായ്ച്ചു കളയുന്നത്. കാലത്തിന് മായ്ച്ചു കളയാൻ പറ്റാത്ത ഓർമ്മകളില്ല. അതായത് ഏറ്റവും ശക്തൻ ആയിട്ടുള്ളത് കാലം തന്നെയാണ്. അപ്പോൾ ആ കാലമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ശനി എന്നത് കാലം തന്നെയാണ്. ഈ ഒരു ആധ്യാത്മികമായിട്ടുള്ള ചിന്ത എന്നത് നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഈ ശനി ഇങ്ങനെ മീനത്തിലൂടെ, പ്രത്യേകിച്ച് പൂരുരുട്ടാതിയുടെ ഗോചരം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഒരു ദേവത എന്നത് അജയ ഏകപാതനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഭഗവാൻ ശിവൻ്റെ, അതായത് രുദ്ര രൂപം തന്നെയാണ്, രുദ്ര ഫോം തന്നെയാണ് ഭഗവാൻ ശിവൻ്റെ. അതുകൊണ്ട് ഇവിടെ ആ ഒരു ഏകപാദം, ഒറ്റക്കാലുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോക്കസ് എന്നത് ഒരു കാര്യത്തിലായിരിക്കും. ശനി അവിടെ ഫ്രസ്ട്രേഷൻ തരും, എന്നിട്ടാണ് നിങ്ങളെ ഉയർത്തുന്നത്. അപ്പോൾ ഇതിന് ഭൗതികമായിട്ടുള്ള സുഖങ്ങളും തരാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനും ഈ നക്ഷത്രം സഹായിക്കും. നിങ്ങൾ പൂരുരുട്ടാതിയിൽ ജനിച്ചിട്ട് എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു ജോലി വേണം. ചില ആൾക്കാരുടെ ആഗ്രഹമാണ്, എനിക്ക് ട്രാൻസ്ഫറബിൾ ജോലി ഇഷ്ടമില്ല, എനിക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകണ്ട, ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, ഇതിൻ്റെ അടുത്ത് തന്നെ എനിക്ക് ജോലി വേണം. പൂരുരുട്ടാതിയിലൊക്കെ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ ഇത് ഏത് വിധേനയും ഈ കാര്യങ്ങൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും എവിടെയെങ്കിലും പോയി ആൾക്കാരെ സ്വാധീനിച്ചിട്ടാണെങ്കിലും ഇത് നേടിയെടുക്കും, പ്രത്യേകിച്ച് രാഹുവിൻ്റെ ഒരു സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അവസാനം ഇതൊക്കെ നേടിക്കഴിയുമ്പോൾ അവസാനം മനസ്സിലാവും, ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു കർമ്മം ഡെയിലി റുട്ടീൻ ചെയ്യാനായിട്ട്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ഈ ഒരു ഡെയിലി റുട്ടീൻ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനായിരുന്നു ഇത്രയും ലക്ഷങ്ങൾ ഇന്ന സ്ഥലത്ത് കൊടുത്തിട്ട് ഇത് ചെയ്തത്? എന്ത് ലാഭമാണ് എനിക്കുണ്ടായത്? അതുകൊണ്ട് ഇച്ഛാപൂർത്തി തരികയും വീണ്ടും അതിനെപ്പറ്റി ചിന്തിപ്പിക്കാൻ കൂടി സാധ്യത ഉള്ള നക്ഷത്രം തന്നെയാണിത്. ചിന്തിപ്പിക്കും. ഈ നക്ഷത്രത്തിന് എന്തായാലും ആധ്യാത്മികതയുടെ രാശിയിലെ നക്ഷത്രമാണ്, വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നത് ഇച്ഛാപൂർത്തി തന്നിട്ടും ഇത് ചിന്തിപ്പിക്കും. ഫ്രസ്ട്രേഷൻ ആയാൽ പോലും, ക്രോധം ഒരുപാട് കുമിഞ്ഞു കൂടിയിട്ടാണെങ്കിലും ഇതേ അഗ്നി, നിങ്ങളുടെ ഉള്ളിൽ ഈ ജ്വലിക്കുന്ന അഗ്നി, ഒരാളോടുള്ള ദേഷ്യമായിക്കോട്ടെ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നടക്കാതിരുന്ന ഒരു സ്വപ്നമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ആഗ്രഹമായിക്കോട്ടെ, അതൊരു അഗ്നിയായിട്ട് അങ്ങനെ വളരുകയാണ് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നിങ്ങളുടെ കൗമാരപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം, എനിക്കൊരു സിനിമാ നടനാകണം, എനിക്കൊരു എഴുത്തുകാരനാകണം, എനിക്ക് ഇന്ന ആളാവണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്നത് അതൊരു അഗ്നിയാണ്. പൂരുരുട്ടാതിയിൽ ഗ്രഹങ്ങളുണ്ടാകുമ്പോൾ, കുംഭത്തിലായാലും മീനത്തിലായാലും പൂരുരുട്ടാതിയിൽ ഗ്രഹങ്ങളുണ്ടാകുമ്പോൾ ആ അഗ്നി അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ. അതൊരു പ്രചോദനമാണ് ആ ഒരു അഗ്നി എന്നത്. നിങ്ങളുടെ ജീവിതം നിലനിർത്തുന്നത് അതിനൊരു കാരണമാണ് ആ അഗ്നി, ആ ജ്വലിക്കുന്ന അഗ്നി. ഈ അഗ്നി അങ്ങനെ ആളിക്കത്തി ജീവിതത്തിലെ റിയാലിറ്റി നിങ്ങളെ കാണിച്ചു തരും. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങളൊരു സപ്പോസ് ഒരു ഉദാഹരണമാണ്, നിങ്ങളൊരു എഴുത്തുകാരനാവാൻ വിചാരിച്ചു, നിങ്ങളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകാൻ വിചാരിച്ചു, കുറേ റിയാലിറ്റി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. നിങ്ങളുടെ ജാതകത്തിനനുസരിച്ചിട്ട് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലാണ് അവരുടെ ലൈഫ് പാത്ത് ഉള്ളത്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലാണ് അവരുടെ ആത്മാവിൻ്റെ ഉദ്ദേശം എന്താണ്. ഓരോ വ്യക്തിയുടെയും ദശാകാലങ്ങളാണ് അവരുടെ പ്രാരാബ്ധം എന്താണ് അവർക്ക് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഞാൻ 13 വയസ്സിൽ 15 വയസ്സിൽ ആഗ്രഹിച്ച ആ സ്വപ്നം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു അഗ്നി കെടാതെ അങ്ങനെ ജ്വലിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇത്ര വയസ്സായി എനിക്ക്, പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ആ മാർഗത്തിലൂടെ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി എന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. അതായത് എന്നെ തിരസ്കരിച്ച ആൾക്കാർ, എനിക്ക് ബ്ലോക്കേജ് തന്ന ആൾക്കാർ, അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർ മൂലമായിരിക്കാം, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കാര്യമാണോ, ഏത് വ്യക്തികളാണോ ആ ഒരു ബ്ലോക്കേജ് സൃഷ്ടിച്ചത്, അതൊരു അഗ്നി. ആ ഒരു ബ്ലോക്കേജ് എന്നത് നിങ്ങളുടെ ഉള്ളിലൊരു അഗ്നിയായിട്ട് വളർന്നിട്ട് അതങ്ങനെ നിങ്ങൾ കെടാതെ സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ ആ അഗ്നി എന്നത് പിന്നീട് ആധ്യാത്മിക അഗ്നിയായിട്ട് മാറി നിങ്ങൾ കൂടുതൽ, അതായത് നിങ്ങളുടെ ആ ചെറിയ സ്വപ്നത്തെക്കാളും കൂടുതൽ ജ്ഞാനം വന്നിട്ട് നിങ്ങൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കുകയാണ്, റിയലൈസ് ആയിരിക്കുകയാണ്. അതാണ് പൂരുരുട്ടാതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മീനത്തിന് ആ മോക്ഷരാശി എന്നത്. കുംഭത്തിൽ നിന്നാണ്
ശനി അവിടെ വരുന്നത്. ഇച്ഛാപൂർത്തി കൂടി നേടിത്തരാൻ കഴിയുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി. അതിനുശേഷവും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞാലും ആഗ്രഹങ്ങൾ പൂർത്തിയായില്ലെങ്കിലും ആ അഗ്നി നമ്മളെ അവസാനം എത്തിക്കുന്നത് ആധ്യാത്മികതയിലേക്കാണ്. ആ ചിന്തകൾ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ചിലർക്ക് ഈ ജന്മത്തിൽ തന്നെ അത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് വരും, ചിലർക്കത് അടുത്ത ജന്മങ്ങളിൽ, വരുന്ന ജന്മങ്ങളിലായിരിക്കും. എല്ലാം ഒരു ജന്മം തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമുക്ക് നമ്മുടെ ഒരു ദശാകാലങ്ങൾക്ക് പ്രാരാബ്ധത്തിനനുസരിച്ചിട്ടാണ് എപ്പോൾ എന്ത് അനുഭവിക്കുമെന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ പൂരുരുട്ടാതിയിലൂടെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് റെഡിയായിരിക്കണം. ചില കാര്യങ്ങൾ അഗ്നിക്കിരയാവാൻ പോവുകയാണ്, നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ചില പുതിയ കാര്യങ്ങൾ മുളച്ച് വരാൻ പോവുകയാണ്. പുതിയൊരു ജന്മം പോലെ ചില കാര്യങ്ങൾ, അത് ജ്ഞാനം തന്നെയാണ്. പുതിയ അറിവുകൾ വന്നു ചേരാൻ പോവുകയാണ്. നമ്മൾ കുറച്ചുകൂടി അവെയറാകാൻ, കോൺഷ്യസ് ആവാൻ ഒക്കെ പോവുകയാണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തരും. ശരിക്കും ഇത് ഒരുപാട് ആഗ്രഹം പൂർത്തീകരിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. ശനി കുംഭത്തിലൂടെ പോകുമ്പോൾ ബിസിനസ്സിലൂടെ കുറേ ലാഭം നേടി, കുറച്ച് അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വാഹനം, വീട്, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് എന്താണ് ആഗ്രഹം അതൊക്കെ വാങ്ങിയെന്ന് വിചാരിക്കുക. ഇവിടെ മീനത്തിലേക്ക് എത്തുമ്പോൾ ശനി ആ റിയലൈസേഷൻ കൊടുക്കും. എന്തായിരുന്നു നേടിയത്, അതിനുള്ള സാഹചര്യം കൊടുക്കും. എന്ത് സുഖമാണ് അതിൽ നിന്ന് ഇപ്പോൾ നിനക്കുള്ളത്. നമ്മൾ ത്യജിച്ച കാര്യങ്ങളായാലും, നമുക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളായാലും, നമ്മൾ നേടിയ കാര്യങ്ങളായാലും, ഇതിൻ്റെ അവസാനം എന്നത് ശനി പഠിപ്പിക്കാൻ പോകുന്നത് യഥാർത്ഥ ആ ഒരു ബ്ലിസ് എന്നത്, ആനന്ദം എന്നത് നിങ്ങൾ ത്യജിച്ചതോ നിങ്ങൾ നേടിയതോ നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളല്ല. ശരിക്കും നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ആ ഒരു തത്വചിന്ത, ആധ്യാത്മികത തരുന്ന ഗ്രഹം കൂടിയാണ് ഇവിടെ ശനി. അതുകൊണ്ട് ഇത് 9ാം ഭാവാധിപനും അഷ്ടമത്തിൻ്റെ ഭാവാധിപനും ഒക്കെ ആയിട്ട് മിഥുനം ലഗ്നക്കാർക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ള എക്സ്പീരിയൻസസ് കൊണ്ടുതരും. നിങ്ങൾ ഗുരുക്കന്മാരോട് സംസാരിച്ച രീതി, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആധ്യാത്മിക ഗുരുക്കന്മാരെ നോക്കിക്കണ്ടു, എന്തൊക്കെ കമൻസ്, അതായത് ചില ആചാര്യന്മാരുടെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിനനുസരിച്ചിട്ട്, നിങ്ങളുടെ ആ ഒരു സങ്കുചിത മനസ്സിനനുസരിച്ചിട്ട് അവരെ എങ്ങനെ വിലയിരുത്തി, അവരെപ്പറ്റി എന്ത് എഴുതി, എന്ത് പറഞ്ഞു നടന്നു, ആ റിയലൈസേഷൻ ഇവിടെ നിങ്ങൾക്ക് ശനി തരും. കാരണം നിങ്ങളുടെ 8ഉം 9ഉം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും ഫലം വരുന്നത്. പക്ഷേ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. ഇവിടെ ആ ഒരു ആധ്യാത്മികമായിട്ടുള്ള അഗ്നി എന്നത് അത് ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ശനി ഈ ഒരു ജലതത്വ രാശിയിലൂടെ ഗോചരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് പ്രകൃതി ദുരന്തങ്ങൾ, കൊടുങ്കാറ്റും സൈക്ലോണും, വെള്ളത്തിലായതുകൊണ്ട് വെള്ളം വിതയ്ക്കുന്ന വിനാശവും അങ്ങനത്തെ കാര്യങ്ങളും പ്രതീക്ഷിക്കാം. എല്ലാത്തിൻ്റെയും നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ആണെങ്കിലും, സമൂഹത്തിൻ്റെതാണെങ്കിലും പ്രകൃതിയുടേതാണെങ്കിലും ഒക്കെയും നമ്മളെ ചിന്തിപ്പിക്കാനാണ്. കാരണം ഈ കാണുന്നതെല്ലാം മായയാണെന്ന ഒരു റിയാലിറ്റി പറഞ്ഞു തരാനാണ്. നമ്മുടെ ഒരു നമ്മളെ ഒന്ന് ബോധവാന്മാരാക്കാൻ, നമ്മുടെ കോൺഷ്യസ്നെസ് ഉയർത്താനാണ്. ഇതിലൊക്കെ അപ്പുറത്തൊരു ശക്തിയുണ്ട് എന്ന് അറിയിക്കാനാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയാനാണ്. അപ്പോൾ ശനി ഇവിടേക്ക് പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ സമൂഹത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങും. ആ വ്യക്തിഗതമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറിയിട്ട്, ഞാൻ എൻ്റെ കുടുംബം എന്നതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന മനോഭാവം പലർക്കും വരുന്നതുമാണ്. അതിനുള്ള സാഹചര്യവും ശനി കൊടുക്കും. അത് ഫിസിക്കലി പോയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതായാലും, പണം കൊണ്ട് സഹായിക്കുന്നതായാലും, ധ്യാനം കൊണ്ട്, നാമജപങ്ങൾ കൊണ്ട്, അത് പ്രകൃതി സംരക്ഷണത്തിനായിട്ട് മുൻകൈ എടുക്കുന്നതാണെങ്കിലും, സാമൂഹ്യ സേവനം എന്ന കാര്യം കുറേയൊക്കെ ഇവിടെ ആ ശനി വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിൽ ഒരു ഫിലാന്ത്രോപ്പിക്കായിട്ട്, ഫിലോസഫിക്കലായിട്ട്, കൂടാതെ സ്പിരിച്വലായിട്ട്, ആധ്യാത്മികമായിട്ട് ഒക്കെ ആ ഒരു തത്വശാസ്ത്രപരമായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ഇതൊരു ചെറിയൊരു പാർട്ടാണ്. പൂരുരുട്ടാതി, മീനത്തിലെ പൂരുരുട്ടാതിയിലേക്ക് ശനി വരുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ആ ഒരു അഗ്നിയെ ആധ്യാത്മിക എനർജിയാക്കി മാറ്റാനുള്ള ഒരു പുറപ്പാട് തന്നെയാണ് ശനിയുടേത്. അതിനി മറ്റൊന്നിനും വേണ്ടി ഉപയോഗിക്കരുത്. ഒരു പ്രതികാരത്തിനോ, ഒരാളോട് വെറുപ്പിനോ, നിങ്ങൾക്ക് നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്കോ. ഇനി ആ അഗ്നി തന്നെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ എനർജി ആയിട്ട് മാറാൻ പോകുന്നത്. എനർജി ഒന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിനെ നശിപ്പിക്കാൻ കഴിയില്ല, അതിനെ സൃഷ്ടിക്കാനും കഴിയില്ല. അതിനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. അത് തന്നെയാണ് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആയാലും ദേഷ്യമായാലും അത് നിങ്ങൾ ആധ്യാത്മിക എനർജിയാക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇതാണ് ശനി മീനത്തിലെ പൂരുരുട്ടാതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഉള്ള കുറച്ചറിവ്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.